ഹല്ലേലൂയ. സന്തോഷമുള്ളവർ നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാൻ. കൂടെ പാടാമോ? തേനിലും തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു അവനെ അനുഭവിച്ചോടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞ് തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യ. കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവനൻ പേർക്കാ തന്നതിനാ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും പഠിക്കും. നീ എൻ്റെ സർവം, നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവനൻ പേർക്കാ തന്നതിനാ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും. തേനിലും മധുരം, തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ. തേനിലും മധുരം, തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു. ഇരു കരങ്ങളും ഉയർത്തി പറഞ്ഞ് തേനിലും, തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ യേശു ക്രിസ്തു. രുചിച്ചു നോക്കി ഞാൻ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു. അവനെ അനുഭവിച്ചവരെല്ലാം പാടിക്കുക.
രുചിച്ചു നോക്കി ഞാൻ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു രുചിച്ചു നോക്കി ഞാൻ, രുചിച്ചു കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു. Oh, taste and see that the Lord is good, for he tastes like honey in the rock. Oh, taste and see that my Lord is good, for he tastes like. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു. എന്നോട് ചേർന്ന് ഉറക്കം പാടാമോ? രുചിച്ചു കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു. നിങ്ങളുടെ മുഴുവൻ ശബ്ദം ഉയർത്തി എന്ന് പാടാമോ? തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു. ഓ രുചിച്ചു കർത്തൻ കൃപ. യേശു ക്രിസ്തു. ആ കരങ്ങളെ ചേർത്തി കർത്താവിനെ സൂചിച്ചാട്ടെ. ശക്തിയോടെ വായ്കളെ തുറന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് ചിക്കു എന്നാണ്. എന്നെ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകാൻ ഇച്ചിരി പ്രയാസമുണ്ട്. എൻ്റെ ഷേപ്പൊക്കെ ടോട്ടലി മാറി. ഇതൊരു വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണമാണ്. ഞാൻ എൻ്റെ ഐപാഡ് എടുത്തില്ല. ഞാൻ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഇങ്ങനെ അല്ല ഇരുന്ന്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് എനിക്ക് 45 വയസ്സുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം ഈ സമയമായപ്പോഴേക്കും ഏതാണ്ട് 30 വയസ്സിന് താഴെ ദൈവം ആക്കിയിട്ടുണ്ട്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരും. ആമേൻ. ഞാൻ 2006 എൻ്റെ കഴുത്തിലൊരു മുഴ വന്നു. അത് ഓപ്പൺ ബയോപ്സി ചെയ്തപ്പോൾ ഹോഡ്ജ്കിൻസ് ലിംഫോമ എന്ന് പറയുന്ന ക്യാൻസർ രോഗം എൻ്റെ ശരീരത്തിലുണ്ടെന്ന് അറിയാനിടയായി തീർന്നു. എൻ്റെ +2 എക്സാം നടക്കുന്ന സമയത്താണ് ഞാൻ ക്യാൻസർ രോഗിയാണെന്ന് അറിയുന്നത്. അങ്ങനെ 17ാമത്തെ വയസ്സിൽ ഒരു ലിംഫ് നോട്ട്സ്, ശരീരം മുഴുവൻ ലിംഫ് നോട്ട്സ് വളർന്ന് ലിംഫോമ പേഷ്യൻ്റായി, ക്യാൻസർ പേഷ്യൻ്റായി ഞാൻ മാറി. എൻ്റെ പിതാവ് ഒരു പാസ്റ്ററാണ്. അന്ന് ഞങ്ങൾ താമസിക്കുന്ന ഒരു പാഴ്സനേജിലാണ്. ഇപ്പോഴും എറണാകുളത്ത് ഒരു ചർച്ച് പാഴ്സനേജിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. 2006 ഞാൻ രോഗിയാണെന്ന് അറിഞ്ഞു. എൻ്റെ മാതാപിതാക്കൾ എനിക്കുള്ള ചികിത്സകൾ ആരംഭിച്ചു. തിരുവനന്തപുരത്ത് RCCയിൽ എന്നെ കൊണ്ടുപോയി ക്ലിനിക്കിൽ എനിക്കുള്ള ചികിത്സകൾ ചെയ്തു. ആദ്യത്തെ 3 കീമോതെറാപ്പി എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. 3 കീമോതെറാപ്പി കഴിഞ്ഞ് 4ാമത്തെ കീമോ മുതൽ അതിഭയങ്കരമായിട്ടുള്ള വേദന എൻ്റെ ശരീരത്തിൽ അനുഭവിക്കാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിൻ്റെ ഘടന മാറി, എൻ്റെ ഷേപ്പ് മാറി, എൻ്റെ ശരീരം വരണ്ടുപോയി. ഞാൻ വല്ലാതെ കറുത്തു വിരൂപനായി തീർന്നു.
എന്നെ പണ്ട് കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ ശരീരത്തിൻ്റെ ഘടന മാറിപ്പോയി. 4ാമത്തെ കീമോതെറാപ്പി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ശരീരം ഒരു നിർജീവ അവസ്ഥയിലായി, തളർന്ന അവസ്ഥയിലായി. എനിക്ക് കീമോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കട്ടിലേ കിടക്കും, എപ്പോഴും എൻ്റെ ശരീരം വിറച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറി. എൻ്റെ 4th കീമോ കഴിഞ്ഞ് പിറ്റേ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ ആരാധനയ്ക്ക് വേണ്ടി ഞങ്ങൾ വന്നു. ഞാൻ ജനിച്ചും വളർന്നതും എല്ലാം ഒരു പെന്തക്കോസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ്. ഞായറാഴ്ച ചർച്ചിൽ ആരാധനയ്ക്ക് വേണ്ടി ഏറ്റവും ബാക്കിൽ എൽഡേഴ്സിൻ്റെ കൂടെ ഞാനിരുന്നു. തലേ ഞായറാഴ്ച വരെ ഞാനാണ് വർഷിപ്പ് ലീഡ് ചെയ്തത്. പക്ഷേ ആ ഞായറാഴ്ചയിൽ എനിക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത വിധത്തിൽ ഞാനാവുകയും ബാക്കിൽ എനിക്ക് ഇരിക്കേണ്ടി വന്നു. അന്ന് ഞാൻ ബാക്കിലിരിക്കുമ്പോൾ അവിടെ എൽഡേഴ്സിനെ ശുശ്രൂഷിക്കാനുള്ള സമയത്ത് ഞങ്ങളുടെ ചർച്ചിലെ ഒരു മൂപ്പൻ എഴുന്നേറ്റ് ബൈബിളിൽ ഒരു വാക്യം വായിച്ചു. ആ വാക്യം ഇങ്ങനെയാണ്: ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. അവിടെ അദ്ദേഹം പറഞ്ഞു, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിച്ചിരിക്കുന്നു. പാസ്റ്റർ മോന് ക്യാൻസർ വന്നപ്പോൾ വിശ്വാസിക്ക് ആശ്വസിപ്പിക്കാൻ ബൈബിളിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല വാക്യമാണ് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിച്ചു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പപ്പ കരയാൻ തുടങ്ങി, എൻ്റെ മമ്മി കരയാൻ തുടങ്ങി, ഞാനും കരയാൻ തുടങ്ങി. എനിക്ക് ആ സർവീസിൽ ഇരിക്കാൻ തോന്നിയില്ല. ഞാൻ എഴുന്നേറ്റ് പാഴ്സനേജിൽ പോയി ഞാൻ പൊട്ടിക്കരഞ്ഞു. പിറ്റേ ആഴ്ചയിൽ എൻ്റെ അപ്പൻ്റെ സഹോദരന്മാർ അവരൊരുമിച്ച് കൂടി എന്നെ സഹായിക്കണം എന്നുള്ള ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാണ്. പക്ഷേ അവർ പറഞ്ഞു, സ്തേഫാനോസ് പുണ്യാളൻ്റെ പള്ളിയിൽ നിന്ന് പോയതുകൊണ്ട് പുണ്യാളൻ ശപിച്ചതാണ്, ഇത് ശാപമാണ്. പെന്തക്കോസ്തുകാർ പറഞ്ഞു ഇത് ന്യായവിധിയാണ്. പള്ളിക്കാർ പറഞ്ഞു ഇത് ശാപമാണ്. എനിക്ക് ക്യാൻസർ വന്നപ്പം പെന്തക്കോസ് പാസ്റ്റർ മോനായ എന്നോട് പറഞ്ഞു ഇത് ന്യായവിധിയാണ്. പള്ളിക്കാർ പറഞ്ഞു ഇത് ശാപമാണ്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചയോ താഴ്ചയോ വന്നാൽ അഭിപ്രായം പറയാൻ ഒത്തിരി പേർ നാവ് തുറക്കും. എന്നാൽ ഞാൻ പുതിയ നിയമം മുഴുവൻ വായിച്ചു പഠിച്ചപ്പോൾ എൻ്റെ യേശു ആരെയും നോക്കി അഭിപ്രായം പറയുന്നത് ഞാൻ കണ്ടില്ല. അവനൊരു രോഗിയെ കണ്ടാൽ അവനെ സൗഖ്യമാക്കിയിട്ടേ അവൻ പോകത്തുള്ളൂ. അവൻ വീണ് കിടക്കുന്ന ഒരുത്തിനെ കണ്ടാൽ അവൻ അവിടെ ഇറങ്ങി അവൻ്റെ മുറിവിൽ വീഞ്ഞും എണ്ണയും വെച്ച് കെട്ടി അവനെ എഴുന്നേൽപ്പിച്ച് സത്രത്തിലാക്കിയിട്ടേ ആ നല്ല ശമരിയാക്കാരൻ അവിടുന്ന് പോകത്തുള്ളൂ. ആമേൻ. എൻ്റെ യേശു അഭിപ്രായം പറയാൻ എങ്ങും നിന്നിട്ടില്ല. നിനക്കൊരു വീഴ്ചയോ താഴ്ചയോ വന്നാൽ അഭിപ്രായം പറയാൻ മനുഷ്യൻ എഴുന്നേൽക്കുമ്പോൾ നീ വീണിടത്തുനിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ എൻ്റെ യേശു എഴുന്നേൽക്കും. ഇവർ പറഞ്ഞു ഇത് ന്യായവിധി, അവർ പറഞ്ഞു ഇത് ശാപം. എന്നാൽ വചനം എന്നോട് പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ശകലവും അല്ല, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. മോശ ഫറവോനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, നിന്നെ ദൈവം വെച്ചേക്കുന്നത് യഹോവയുടെ നാമം ഭൂമിയിലൊക്കെയും പ്രസ്താവിക്കപ്പെടേണ്ടതിന് തന്നെ. ചില ഫറവോൻ ദൈവമായിട്ട് വെച്ചേക്കുന്നത് നിന്റെ വീട്ടിൽ അവൻ്റെ മഹത്വം ഇറങ്ങാൻ, നിന്റെ വീട്ടിൽ അവൻ്റെ മഹത്വം ഇറങ്ങാൻ. ഇവിടെ മുമ്പേ നമ്മൾ എത്രയോ സാക്ഷ്യം കേട്ടു. അവരാരും ജീവിതത്തിൽ വന്ന വ്യഥയിൽ നശിച്ചു പോയവരല്ല, അവരെല്ലാം ജീവിതത്തിൽ വന്ന വേദനയിൽ യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞവരാണ്. ഇന്ന് നീ എന്തെങ്കിലും വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നീ എന്തെങ്കിലും ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആ ഭാരവും വേദനയും രോഗവും നിന്നെ തകർക്കാനുള്ളതല്ല, അത് നിന്നെ പണിതെടുത്ത് നല്ല മുത്താക്കി യേശുവിൻ്റെ മഹത്വം വഹിക്കാൻ മാറ്റുവാൻ വേണ്ടിയുള്ളതാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി വായ്കളെ തുറന്ന് ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. റീമാന ഹർദന സികാൽതന ഷിയാന്തന. എനിക്കുള്ള ചികിത്സകൾ തുടർന്നു. RCC
എ ക്ലിനിക്കിൽ എന്നെ ചികിത്സിച്ചു. 36 കീമോതെറാപ്പി എൻ്റെ ശരീരത്തിലെടുത്തു. 36 കീമോതെറാപ്പി. 2006 ഏപ്രിൽ മുതൽ 2007 ഏപ്രിൽ മാസം 9 വരെ എനിക്ക് കീമോതെറാപ്പി എടുത്തു. 10 രാവിലെ എൻ്റെ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഫാദറിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ചിക്കുവിന് വേണ്ടി ചെയ്തു കഴിഞ്ഞു, ഇനി ചെയ്യാൻ ഒന്നും ബാക്കിയില്ല, ഞങ്ങൾക്ക് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, നിങ്ങൾക്ക് അവനെ വീട്ടിൽ കൊണ്ടുപോകാം, മേ ബി ഹി വിൽ ഡൈ വിതിൻ 2 വീക്സ് എന്ന് പറഞ്ഞ് എന്നെ എൻ്റെ പിതാവിനെയും വീട്ടിൽ പറഞ്ഞു വിട്ടു. എൻ്റെ 18ാമത്തെ വയസ്സിൽ 36 കീമോതെറാപ്പിക്ക് ശേഷം 90% ശരീരം മുഴുവൻ ക്യാൻസർ സ്പ്രെഡ് ചെയ്യപ്പെട്ടവനായി 40 മുഴകളുമായി വൈദ്യശാസ്ത്രത്താൽ തള്ളപ്പെട്ടവനാണ് ഞാൻ. 2007 ഏപ്രിൽ മാസം 10 എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, 2 ആഴ്ചക്കകത്ത് നീ മരിക്കും. പക്ഷേ ഇന്ന് 2 ആഴ്ചയും കഴിഞ്ഞു. ദൈവം അനുവദിച്ചാൽ അടുത്ത ഏപ്രിൽ മാസം 7 വർഷം തികയും. നീ മരിക്കുമെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞേക്കാം, എന്നാൽ നിന്നെ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ കണ്ട ഒരു ദൈവമുണ്ട്. നിന്റെ ഭാവിയെ എഴുതി വച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു പിശാചിനോ ഒരു ക്യാൻസറിനോ ഒരു ആസ്മയ്ക്കോ ഒരു ആർത്തനൈറ്റിക്സിനോ ഒരു രോഗശക്തിക്കും നിന്നെ തൊടാൻ കഴിയാത്ത വിധത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എൻ്റെ കർത്താവിൻ്റെ സ്നേഹമുണ്ട്, അവൻ്റെ ജീവനുണ്ട്. അത് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ തട്ടി വായികളെ തുറന്ന ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ വീട്ടിൽ മടങ്ങി വന്നു. 2 ആഴ്ച ഞാൻ മരണത്തോട് മല്ലടിച്ചു. ഇതിനിടയിൽ ഞാൻ അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തി. എൻ്റെ യൂറിന് പകരം ബ്ലഡ് പോകാൻ തുടങ്ങി. അതികഠിനമായ വേദന എൻ്റെ ശരീരത്തിൽ. എനിക്ക് പൊട്ടിക്കരയണം, അലറിക്കരയണം എന്ന നിലവാരത്തിൽ എൻ്റെ വേദന മാറി. അതികഠിനമായ വേദന ഞാൻ അനുഭവിച്ചു. തിരുവല്ല TMM സായിപ്പിൻ്റെ ഹോസ്പിറ്റൽ അണിജൻസ് വാർഡിൽ റൂം നമ്പർ 2 ഞാൻ മരണത്തോട് മല്ലടിച്ചു. കുറേ ദിവസം ഞാൻ അവിടെ കിടന്നു. ആ സമയത്ത് 200-ലധികം ദൈവദാസന്മാർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. എൻ്റെ പിതാവ് പാസ്റ്റർ ആയതുകൊണ്ട് ഒത്തിരി പാസ്റ്റേഴ്സ് ഞങ്ങളുടെ വീട്ടിൽ വന്നു. വന്നവരെല്ലാം 18 വയസ്സുകാരൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞ ഒരു വാചകം, നിന്റെ ഹിതം നിറവേറ്റണേന്നാ. ഇവിടെ ആരെങ്കിലും പെന്തക്കോസ്തുകാർ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും, ബാക്കിയുള്ളവർക്ക് ഇച്ചിരി പാടാ മനസ്സിലാകാൻ. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏതെങ്കിലും 85, 90, 100 വയസ്സായി കട്ടിലെ തന്നെ എല്ലാം സാധിച്ച് ഇനി ഒരു ജീവിതത്തിലോട്ട് തിരികെ വരേണ്ട ആവശ്യമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, നിന്റെ ഹിതം നിറവേറ്റണേ എന്ന് പറഞ്ഞാൽ ഈ മക്കളെയും മരുമക്കളെയും ഒന്നും ബുദ്ധിമുട്ടിക്കാതെ കർത്താവ് ഇതിനെ അങ്ങ് എടുത്തോണേന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം. 18 വയസ്സുകാരനായി എൻ്റെ തലയിൽ കൈവച്ച് 200-ലധികം പാസ്റ്റർമാർ പ്രാർത്ഥിച്ചു. എൻ്റെ പേരൻസിനെയും എൻ്റെ സഹോദരങ്ങളെയും ബുദ്ധിമുട്ടിക്കാതെ, ഇനി ഒത്തിരി വേദനിപ്പിക്കാതെ ഇവനെ എടുക്കുക കർത്താവേ, നിന്റെ ഹിതം നിറവേറ്റണേ. Are you with me, people of God? അതായിരുന്നു എൻ്റെ അവസ്ഥ. ആരേലും എൻ്റെ സൗഖ്യത്തിനു വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കുമെന്ന് ഞാൻ ഓർത്തു. പക്ഷെ അവരെല്ലാം പ്രാർത്ഥിച്ചത് ഹിതം നിറവേറ്റണേ, എത്രയും വേഗം എടുക്കണേ, ഒത്തിരി വേദന കൊടുക്കാതെ എടുക്കണേ. TMM അതികഠിന വേദന അനുഭവിക്കുന്ന ഒരു രാത്രി എൻ്റെ അമ്മയും എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എന്തിനാ ഇത്രയും വേദന കൊടുക്കുന്നേ, നിനക്ക് അവനെ എടുത്തുകൂടെ? നിങ്ങളുടെ 18ാമത്തെ വയസ്സിൽ നിങ്ങളുടെ ഭാവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിനോട് മരണം കെഞ്ചി ചോദിച്ചവന്. ഞാൻ പറഞ്ഞു, കർത്താവ്, ഈ വേദന എനിക്ക് താങ്ങാൻ പറ്റത്തില്ല, നീ എന്നെ എടുക്കണമെന്ന് പറഞ്ഞു. ചങ്ങനാശ്ശേരി SB കോളേജിൽ ഞാൻ BA ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ അസുഖം വരുന്നതും ഞാൻ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്നു. എൻ്റെ കോളേജിൽ എൻ്റെ കൂട്ടുകാർ വന്ന് എൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. ഞാൻ മരിച്ചു കഴിഞ്ഞ് എൻ്റെ കോളേജ് തൂക്കാൻ ആർക്കും ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തവനായി മരണത്തെ മുഖാമുഖം കണ്ട് ഞാനിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ എൻ്റെ ശരീരത്തിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം എന്നെ
കഴിഞ്ഞ 6 വർഷം ജീവനോടെ നിർത്താൻ നിന്റെ ജീവിതം മാറാൻ എൻ്റെ മുഴുവൻ സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല, അനീഷ് ബ്രദറിൻ്റെ മുഴുവൻ മെസ്സേജിൻ്റെ ആവശ്യമില്ല, ഇവിടെ കേട്ട 7 സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല. എൻ്റെ യേശുവിൻ്റെ ഒറ്റ സാന്നിധ്യം, അവൻ്റെ ഒരു സ്പർശനം, അവൻ്റെ നിഴൽ മാത്രം ഒന്ന് തട്ടിയാൽ ആ സെക്കൻഡിൽ നിന്റെ ജീവിതം മാറിയിരിക്കും. നിന്റെ ജീവിതം മാറിയിരിക്കും. I don't want to explain my pain because I came here to lift my master's name. ഞാനിവിടെ വന്ന് എൻ്റെ വേദന ഉയർത്താനല്ല, എൻ്റെ യേശുവിനെ ഉയർത്താനാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുക. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. പക്ഷേ 2000 ഏപ്രിൽ മാസം 22, 23, 24 തീയതികളിൽ ചരൽക്കുത്തിലൊരു ക്യാമ്പ് നടക്കുമ്പോൾ ആ ക്യാമ്പിൽ നിർബന്ധപൂർവം എന്നെ കൊണ്ടുപോയി. നിർബന്ധപൂർവം ആ ക്യാമ്പിൽ എൻ്റെ അവസാനത്തെ മീറ്റിംഗ് എന്ന പോലെ ഞാൻ ആ ക്യാമ്പിൽ ശുശ്രൂഷിച്ചു. 23-ാം തീയതി രാത്രിയിൽ ശക്തമായ ആത്മപകർച്ച ഉണ്ടായി. അന്ന് രാത്രിയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ റൈസൺ തോമസ്, എൻ്റെ ആത്മീയ പിതാവ്, അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായ ആത്മപകർച്ചയിൽ 103 കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. ആത്മപകർച്ചയുടെ സമയത്ത് 6 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺപൈതൽ ഓടി സ്റ്റേജിലേക്ക് വന്നു. ഇനി നിങ്ങളെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ സമയത്ത് അസാധാരണമായ രോഗസൗഖ്യം ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ഈ ഹാളിലും ഞാനത് കണ്ടിട്ടുണ്ട്. ആമേൻ. ഇന്ന് പകലിലും ഞാനത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ. 6 വയസ്സിൽ താഴെയുള്ളൊരു കൊച്ചു പെൺപൈതൽ ഓടി സ്റ്റേജിൽ വന്ന് പാസ്റ്റർ റൈസൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് ചോദിച്ചു വാങ്ങി എൻ്റെ നേരെ കൈ ചൂണ്ടി അവൾ ആത്മാവിൽ എന്നോട് ദൂത് പറയാൻ തുടങ്ങി. അവൾ എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് രാത്രി ചിക്കു അച്ചാച്ചൻ്റെ ക്യാൻസറിനെ യേശു അപ്പച്ചൻ സൗഖ്യമാക്കും. 6 വയസ്സിൽ താഴെയുള്ളൊരു കൊച്ചു പെൺപൈതൽ, അവക്ക് യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസറെ പോ എന്നൊന്നും പറഞ്ഞ് ശാസിക്കാൻ അറിയത്തില്ല. അവക്ക് വലിയ കമാൻഡൊന്നും കൊടുക്കാൻ അറിയത്തില്ല. എന്നാൽ അവൾ കേട്ട ദൈവശബ്ദം അവിടെ ഒരു നോർമൽ വോയിസിൽ, ഒരു നനുത്ത ശബ്ദത്തിൽ അവൾ വിളിച്ചു പറയുമ്പോൾ ഇരുന്ന കസേരയിൽ പിടിച്ചിരിക്കാൻ പറ്റാതെ 6-7 മീറ്റർ അപ്പുറത്തേക്ക് ഞാൻ തെറിച്ച് താഴെ പോയി. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയാനൊരു ദൂതുണ്ട്. പത്രോസ് പറഞ്ഞ ഒരു ദൂത്, യോവേൽ പ്രവാചകൻ കാലങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചൊരു ദൂത്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിച്ച് തുടങ്ങും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. ഇതിനകത്ത് എത്ര മാതാപിതാക്കളുണ്ട്? പുത്രിമാരും പുത്രന്മാരും പ്രവചിച്ച് കാണാൻ സ്വപ്നം കാണുന്നവർ എത്ര മാതാപിതാക്കളുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അന്ന് രാത്രി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എന്നോട് പ്രവചിച്ചത് ഒരു കൊച്ചു പെൺപൈതൽ. ഇവളെന്നോട് ദൂത് പറയുമ്പോൾ ശക്തമായ ആത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ വരികയും ഇരുന്ന കസേര 6-7 മീറ്റർ അപ്പുറത്തേക്ക് ഞാൻ തെറിച്ച് താഴെ പോവുകയും അവിടെ ഞാൻ മറിഞ്ഞു വീണ് കുറേ സമയം അവിടെ കിടന്ന് ഉരുളാൻ തുടങ്ങി. എൻ്റെ വായിൽ നിന്ന് ഒരേയും പതയും പോയി. കുറേ ഞാൻ ഛർദ്ദിച്ചു. ഞാൻ കഴിച്ച പല ടാബ്ലറ്റുകളും എൻ്റെ വായിലൂടെ പുറത്തു വന്നു. അന്ന് രാത്രി കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ചലനം നഷ്ടപ്പെട്ടു. ഞാൻ മരിച്ചെന്ന് കരുതി ഓടി എൻ്റെ അനിയൻ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ കവിളിൽ ഉമ്മ എന്ന് എനിക്ക് വേണ്ടി കരയാൻ തുടങ്ങി. കാരണം എൻ്റെ ചലനം നഷ്ടപ്പെട്ടപ്പോൾ അവൻ ഓർത്തു ഞാൻ മരിച്ചു. ആ ക്യാമ്പിൽ വന്ന കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ ചുറ്റും വട്ടം കൂടി. അവരെല്ലാം എന്നെ ഓർത്ത് കരയാൻ തുടങ്ങി. അവരെല്ലാം നിലവിളിക്കാൻ തുടങ്ങി. ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ റൈസൺ സ്റ്റേജിൽ മുട്ടുകുത്തി താനും നിലവിളിക്കാൻ തുടങ്ങി. ആ സമയത്ത് മുമ്പേ ദൂത് പറഞ്ഞ ആ പെൺകുട്ടി ഓടി സ്റ്റേജിൽ വന്ന് പാസ്റ്റർ റൈസൻ്റെ പാൻറെ പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു, ഇല്ല പാസ്റ്ററെ, പരിശുദ്ധാത്മാവാ പറഞ്ഞ് ഇന്ന് രാത്രി സൗഖ്യമാക്കുമെന്ന്. ഇന്ന് രാത്രി ചിക്കു ചാച്ചൻ സൗഖ്യമായിരിക്കും. അന്ന് രാത്രി ആ ദേവദാസൻ ആ കൊച്ച് പറഞ്ഞ ദൂതിൻ്റെ അടിസ്ഥാനത്തിൽ ഓടി എൻ്റെ അടുക്കൽ വന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ആത്മവിഷയതയിലായിരുന്നു. കർത്താവ് എൻ്റെ മുമ്പിൽ ഇറങ്ങി വന്ന് നിൽക്കുകയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു വലിയ പ്രകാശം എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ആ പ്രകാശത്തിന് തലയുണ്ട്, കൈകളുണ്ട്, കാലുകളുണ്ട്. മനുഷ്യ സാദൃശ്യത്തിൽ
ഒരു പ്രകാശം എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. വചനം പറയുന്നു, അവനെ കാണുന്നവർ മരിച്ചവനെ പോലെയാകും. ഞാൻ മരിച്ചവനെ പോലെ ആ നിലത്ത് കിടക്കുമ്പോൾ 90% ബോഡി ഫുൾ ക്യാൻസർ സ്പ്രെഡ് ചെയ്ത് 40 മുഴകളുമായി ക്യാൻസറിൻ്റെ അവസാനത്തെ സ്റ്റേജിൽ മരണം മാത്രം നോക്കി പറത്തുകൊണ്ടിരുന്ന എൻ്റെ മുമ്പിൽ എൻ്റെ യേശു ഇറങ്ങി വന്നു നിന്നു. തേജസ് വാരി ചുറ്റിയെടുത്ത എൻ്റെ യേശു ഒരു പ്രകാശ മനുഷ്യനെ പോലെ എൻ്റെ മുമ്പിൽ ഇറങ്ങി വന്നു നിന്നു. ഞാൻ വായിച്ചിട്ടുണ്ട് മത്തായി സുവിശേഷത്തിൽ 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും മുമ്പിൽ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെണ്മയായി തീർന്നു. രൂപാന്തര വേളയിൽ പത്രോസ് കണ്ടതുപോലെ എൻ്റെ യേശു എൻ്റെ മുമ്പിൽ ഇറങ്ങി വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇന്ന് രാത്രി ഇന്ന് പകൽ എനിക്ക് പറയാൻ ഒരു സന്ദേശമുണ്ട്. നീ എത്ര തകർന്ന ഇവിടെ വന്നെങ്കിലും നിന്റെ തകർച്ചയിൽ ഇറങ്ങി വരാൻ എൻ്റെ യേശു ഇന്ന് പകൽ സന്നദ്ധന. ഹീസ് അവൈലബിൾ ഫോർ യു. ഇന്ന് പകൽ നിന്നെ മുമ്പിൽ ഇറങ്ങി വന്ന് നിൽക്കാൻ എൻ്റെ യേശു തയ്യാറായി നിൽക്കുക. വായു തുറന്ന് യേശുവേന്ന് വിളിക്കുന്നവൻ്റെ മുമ്പിൽ അവൻ വന്നിറങ്ങി നിൽക്കും. ഇന്ന് രാത്രിയിൽ അവൻ വന്നിറങ്ങി നിൽക്കും. എല്ലാം തകർന്ന എൻ്റെ മുമ്പിൽ എൻ്റെ യേശു ഇറങ്ങി വന്ന് നിന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ മുമ്പിലും എൻ്റെ യേശു ഇറങ്ങി വന്ന് നിൽക്കും. അവൻ ഇറങ്ങി വന്ന് നിൽക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അന്ന് രാത്രി എൻ്റെ യേശു എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. എനിക്ക് മനസ്സിലായി, ലോകം മുഴുവൻ മരണവിധി പ്രസ്താവിച്ചപ്പോൾ, എൻ്റെ അമ്മ ഉൾപ്പെടെ മരണത്തിന് വേണ്ടി എന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, എനിക്കൊരു പുതിയ ജീവിതം തരാൻ, എനിക്കൊരു നല്ല ഭാവിയെ തരാൻ എൻ്റെ യേശു എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആമേൻ. അന്ന് രാത്രി കർത്താവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, മോനെ, വൈദ്യശാസ്ത്രം നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും എൻ്റെ തേജസ്സിനെ ഞാൻ നിന്റെ മേലയക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഞാൻ നിന്നെ പട്ടണങ്ങളിലേക്ക് അയക്കും. രാജ്യങ്ങളുടെ വാതിലുകൾ ഞാൻ നിനക്ക് വേണ്ടി തുറക്കും. അന്ത്യകാലത്തെ ഉണർവിൻ്റെ വക്താവായി ഞാൻ നിന്നെ നിർത്തും. ഞാൻ ഈ ദൂത് കേട്ടു. അവൻ എൻ്റെ നേരെ കൈ നീട്ടുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞാൻ അവനെ കണ്ടില്ല. ഞാൻ ചാടി എഴുന്നേറ്റു. എൻ്റെ ശരീരം ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ അന്ന് രാത്രി വരെ കഴിഞ്ഞ 8 മാസം എൻ്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് നടന്ന 40 മുഴകൾ അന്ന് രാത്രിയിൽ അപ്രത്യക്ഷമായി. അന്ന് രാത്രി എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കി. എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കി. എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കി. കരങ്ങളെ തട്ടി വായ്കളെ തുറന്ന് ശബ്ദമുയർത്തി, കർത്താവേ, നിന്റെ മക്കളെ ഈ സമയത്ത് അങ്ങ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. ഇതിനകത്തുനിന്ന് ഒരു രോഗിയും പുറത്തു പോകരുത്. ഇതിനകത്ത് വന്ന മുഴുവൻ രോഗിയും സൗഖ്യമായിട്ട് പുറത്തു പോകാവൂ. നിന്റെ സാന്നിധ്യം എവിടെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെ സൗഖ്യം സംഭവിച്ചിട്ടുണ്ട്. Be healed right now. അന്ന് രാത്രി യേശു എന്നെ സൗഖ്യമാക്കി. അവൻ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. അവൻ എൻ്റെ രക്തത്തിനെ അഴിച്ചു, എന്നെ ആനന്ദത്തിൻ്റെ വസ്ത്രം അണിയിപ്പിച്ചു. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നിന്നെ തൊടാൻ എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കാൻ എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കാൻ എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നിമിഷമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ എന്നോടൊപ്പം ചേർന്ന് എഴുന്നേറ്റ് നിൽക്കാം. ചേർന്ന് കരങ്ങളെ തട്ടിപ്പാടി നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവാം. എനിക്ക് ആരാധിക്കാൻ ഒരു കാരണമുണ്ട്. ഒന്നല്ല, ഒട്ടനവധി കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിവിടെ നിൽക്കുമ്പം എൻ്റെ 2 ഹിപ്പും ആർട്ടിഫിഷ്യലാണ്. ആമേൻ. എൻ്റെ 2 ഹിപ്പും കഴിഞ്ഞ വർഷം റീപ്ലേസ് ചെയ്ത് 2 ഹിപ്പും ആർട്ടിഫിഷ്യലാണ്. 6 മാസം കിടക്കണമെന്ന് പറഞ്ഞ് എന്നെ കാലിക്കറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ഷില്ലർ വിട്ടതാണ്. എന്നാൽ 3 മാസം തികയാൻ 1 ദിവസം ബാക്കിയുള്ളപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഞാൻ എൻ്റെ കാതിൽ കേട്ടു. രാജ്യങ്ങളിലേക്ക് ഓടാൻ എൻ്റെ നാമത്താൽ വിളിക്കപ്പെട്ടവനെ, ഇനി എഴുന്നേറ്റ് നടക്കാൻ എന്തിനു വൈകുന്നു? അന്ന് ഞാൻ എൻ്റെ കിടക്ക വിട്ട് എഴുന്നേറ്റതാണ്. എൻ്റെ ഓപ്പറേഷന് ശേഷം ഇതുവരെയും ഒരു സ്കാൻ ചെയ്തിട്ടില്ല, ഇതുവരെയും ഒരു എക്സ്റേ എടുത്തിട്ടില്ല. ഞാൻ നടക്കുകയും ഓടുകയും ചെയ്യുന്നത് കണ്ടപ്പം എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, യു ഡോണ്ട് നീഡ് എനി എക്സ്റേ ഓർ സ്കാൻ, യു ആർ ഓൾ റൈറ്റ്. അത് ക്യാൻസറിൻ്റെ ഭാഗമല്ലായിരുന്നു. ഇതുപോലൊരു മീറ്റിങ്ങിൽ
ക്യാൻസർ സൗഖ്യമായി എന്ന് ഞാൻ വിളിച്ചു പറയുമ്പോൾ എൻ്റെ സാക്ഷ്യം കേട്ട് ആവേശം വന്ന ഒരങ്കിൾ ഓടി വന്ന് എന്നെ പൊക്കിയെടുത്ത് താഴെ ഇട്ടതാണ് എൻ്റെ ഹിപ്പ് ബ്രോക്കണായി പോയത്. വചനത്തിലൊരു വാക്യമുണ്ട്, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു. ആമേൻ. അങ്ങനെയും സാക്ഷ്യമൊക്കെ ഉണ്ടാകാം. സ്വതന്ത്രം. അങ്ങനെ ഞാൻ പോയി. പിന്നെ എനിക്കതെല്ലാം മാറ്റി വെക്കേണ്ടി വന്നു. അങ്ങനെ വേറൊരു സാക്ഷ്യവും ഉളവായി. കർത്താവ് എന്നെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, യോസേഫിനെ ദൈവം സ്വപ്നം കാണിച്ചപ്പോൾ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും നമസ്കരിക്കുന്നത് മാത്രമേ കാണിച്ചുള്ളൂ. അടിമച്ചന്ത കാണിച്ചില്ല, പൊട്ടക്കിണർ കാണിച്ചില്ല, പൊത്തിഫറിൻ്റെ വീട് കാണിച്ചില്ല, കാരാഗ്രഹം കാണിച്ചില്ല. ഇത് 4 കാണിച്ചിട്ടാ ഈ വലിയ ദർശനം കാണിച്ചിരുന്നെങ്കിൽ ഒരു 40 ദിവസത്തെ ഉപവാസം ഇരുന്ന് ഇത് 4 ക്യാൻസൽ ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ മറ്റേതൂടെ ക്യാൻസൽ ചെയ്യും. ദൈവം ഒരു വര വരച്ചിട്ടുണ്ട്. എൻ്റെ 6 മുതൽ 17 വയസ്സ് വരെ ഞാൻ കേട്ട ദൂതുകൾ 24 വയസ്സ് വരെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. ഞാൻ കാത്തിരുന്നു. എൻ്റെ ശുശ്രൂഷ വെളിപ്പെടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷം, ഒരു 1.5 വർഷം, ബ്ലമിനൊക്കെ നന്നായിട്ടറിയാം, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനെയും അമ്മയും കാണാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഞാൻ അതിശയോക്തി പറയല്ല, എൻ്റെ വീട്ടിലൊന്ന് വരാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് കർത്താവിനെ ഓടിക്കാൻ തുടങ്ങി. ഇന്ന് നീ അനുഭവിക്കുന്ന വേദനയും ഇന്ന് നീ അനുഭവിക്കുന്ന നിരാശയും ലോകരാജ്യങ്ങളിൽ അനേകരുടെ വിടുതലിന് വേണ്ടിയാണെന്ന് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പ്രവചിക്കുക. എത്ര പേർക്ക് ദൂതിനെ ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? ഇന്ന് നീ അനുഭവിക്കുന്ന വേദനയും, ഒരു പ്രാവശ്യം ഞാൻ പറയാം, ഇന്ന് നീ അനുഭവിക്കുന്ന വേദനയും ഇന്ന് നീ അനുഭവിക്കുന്ന നിന്ദയും ഇന്ന് നീ അനുഭവിക്കുന്ന രോഗവും അനേകരുടെ സൗഖ്യത്തിനും അനേകരുടെ സമാധാനത്തിനും അനേകരുടെ വിടുതലിനും അനേക വീടുകളിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങാനും നിന്നെ ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളതുകൊണ്ടാണെന്ന് ഇന്ന് പകൽ ഞാൻ പ്രവചിച്ചു പറയുക. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി വായ്കളെ തുറന്ന് ശബ്ദമുയർത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. പാടിക്കേ, ഹല്ലേലൂയ, 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ. ഓ ഹല്ലേലൂയ. Can you clap your hands? ഓ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല. ഓ എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ പഴുതുവാൻ ഇട വന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ പഴുതുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയാൽ ലഭിച്ചതോ ഉള്ളിൽ പോലും ദയ തോന്നി എന്റെ മേൽ ചോരി. Set you free right now.
ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നീനക്കായി. ഓ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ചേർന്ന് കരങ്ങളെ തട്ടി ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. കുറ്റോരും മൂടയോരും തള്ളിപ്പറഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. കുറ്റോരും മൂടയോരും തള്ളിപ്പറഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ. നീ മാത്രമാണ് എന്നെ. ഓ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേ. എല്ലാം നിരാശയും മാറട്ടെ, എല്ലാം നിരാശയും മാറട്ടെ. അവന്റെ ഹൃദയം സന്തോഷത്താൽ നിറയട്ടെ. എല്ലാം നിരാശയും മാറട്ടെ, അവന്റെ ഹൃദയം സന്തോഷത്താൽ നിറയട്ടെ. I release the oil of gladness upon his head in Jesus' name. Touch, Lord. Oh, hallelujah, hallelujah. നമ്മുടെ യേശു ജീവിക്കുന്നു. Hallelujah, hallelujah. നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഗ്ലോറി ഹല്ലേലൂയ. ഹല്ലേലൂയ 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 Hallelujah, 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 hallelujah. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം, കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം, അധരം തുറന്നൊന്നായി ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം, കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം, അധരം തുറന്നൊന്നായി. ഹല്ലേലൂയ, hallelujah. Oh, hallelujah, 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 hallelujah. ആത്മാവിന്നൽ ഫലമോ എന്നിൽ നിറച്ചിടണേ, സ്നേഹത്തിലെല്ലാം ചെയ്യുവാ ശക്തി പകർന്നിടണേ. ആത്മാവിന്നൽ ഫലമോ
എന്നിൽ നിറച്ചിടണേ, സ്നേഹത്തിലെല്ലാം ചെയ്യുവാ ശക്തി പകർന്നിടണേ. ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണം സമർപ്പിക്കുന്നു. ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റിമനശ്യാധന രവൽധന രവൽധനസ്യാധുനരഗൽധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ യേശുവിൻ രക്തമിന്ന് പാപം മോചിച്ചല്ലോ. യേശുവിൻ രക്തമിന്ന് രോഗം നീക്കിയല്ലോ. യേശുവിൻ രക്തമിന്ന് എൻ പാപം. ഓ യേശുവിൻ രക്തമിന്ന് രോഗം. അവൻ കരതലത്തിൽ എന്നെ വഹിക്കുന്നതാൽ എനിക്കാകുലം. അവൻ കരതലത്തിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ തിരസ്കരണത്തിന്റെ ആത്മാവ് പൊട്ടട്ടെ. I cast out every spirit of rejection. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Alarava shadalevia lakumadubo devada kirama shidi lakuma sirandam pedala kiramadulo. Labartalo di madambera shidimako. Yeshu Yeshu Labarar kibaram dabalam jabalam daram jadabalabanagar kavalam kavalas tivirindara udabala chabalam daradar chabalar kavalam dara Udibalabayidavarar kavalam daradar kavalam dara Udaravelam tela ravashanda Udaravelam tena dalakera Udavaram tera kalatela Shivartelam tera tera Umartelam tera karatira Udavayidam telam Udavare kalam teram tero Lavar tiram tera kaidam dena Javalar kivirim kavalar kavalam javalar Ura mama 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 shera Era mama mare kumara Touch your people, Lord. Touch your people. നിന്റെ ജനത്തെ തൊടു കർത്താവേ യേശുവേ ഓ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ